ഏറ്റു പ്രാർത്ഥിക്കുക. പരിശുദ്ധമേ, കൃപാസനം പ്രസാദപരമാതാവേ, അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ. കൃപാസനത്തിലെ മരിയൻ കൃപാഭിഷേക ധ്യാനത്തിൽ പങ്കെടുത്ത പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണം. സ്തുതിയുടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഏറ്റു പ്രാർത്ഥിക്കുക. പരിശുദ്ധമേ, കൃപാസനം പ്രസാദപരമാതാവേ, അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എൻ്റെ കുടുംബത്തിന് ശക്തി തരണമേ. ആദ്യ ചൊവ്വാഴ്ച കൃപാസനത്തിൽ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിന്റെ ആവശ്യം സാധിച്ചു തരണമേ. സ്തുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അമ്മേ, പരിശുദ്ധമ്മേ, കൃപാസനം പ്രസാദപരമാതാവേ, അങ്ങേ സന്നിധിയിൽ എൻ്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണം. ആദ്യ ഞായറാഴ്ച കൃപാസനത്തിൽ നടക്കുന്ന ദിവ്യകാരുണ്യ ദമ്പതി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സകലരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണം. സ്തുതിയുടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഉടമ്പടി ചെയ്ത മക്കള് പരിശുദ്ധമ്മ വഴി ഈശോയെ അങ്ങയോട് ഉടമ്പടി ചെയ്ത മക്കളെ സമർപ്പിക്കുന്നു. ഈ ദിവ്യകാരുണ്യത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ പെയ്തിറങ്ങുന്ന, അടയാളങ്ങൾ പെയ്തിറങ്ങുന്ന, 10 വർഷമായി ചെറുതിൽ സുഖപ്പെടുത്തിയ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ മരിച്ചവന് ഉത്ഥാനം കൊടുത്ത യേശുക്രിസ്തു സന്നിധിയിൽ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ായിരം സ്തോത്രമേ. ചേർന്ന് പാടാം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേ. സ്തുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, ആയിരം സ്തോത്രമേ. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, ആയിരം സ്തോത്രമേ. യേശുവേ, 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 യേശുവേ. കരങ്ങളേർത്ത് സ്തുതിക്കട്ടെ, ശക്തമായി സ്തുതിക്കട്ടെ. എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കട്ടെ, എല്ലാ സങ്കടങ്ങൾ സമർപ്പിക്കട്ടെ. കർത്താവേ, ഇന്ന് ഉടമ്പടിക്ക് വന്നിട്ടുള്ള മക്കള്, തൊഴിലാളി കൂട്ടായ്മയിൽ വന്നിട്ടുള്ള മക്കള്, തൊഴിലാളികള്, കൊള്ളക്കാര്, മത്സ്യത്തൊഴിലാളികളെ, മറ്റിതര മേഖലയിലുള്ള മക്കളെ സമർപ്പിക്കുന്നു. കർത്താവേ, ഉടമ്പടി എടുത്ത് ഉടമ്പടി നിബന്ധന പ്രകാരം വന്നിട്ടുള്ള സഹോദരങ്ങള് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി എടുത്ത് ഉടമ്പടി ശുശ്രൂഷയിൽ വന്ന സന്യസ്തരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവത്തിന്റെ ശക്തി നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ സാന്നിധ്യം നിറയണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിദേശ ജോലി ആഗ്രഹിച്ചു വന്നിട്ടുള്ളവരെ, അന്യ സംസ്ഥാനങ്ങളിൽ ജോലി ആഗ്രഹിച്ചു വന്നിട്ടുള്ളവരെ, PSC ടെസ്റ്റ് എഴുതിയിട്ടുള്ളവർ, റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ടുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബ സമാധാനമില്ലാതെ വിഷമിക്കുന്നവരെ, കുടുംബ തകർച്ചയിലായിട്ടുള്ളവരെ, മക്കളെക്കുറിച്ച് ആകുലതയുള്ള മക്കള്, രോഗാതുരമായ അവസ്ഥകളിൽ കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അംഗവൈകല്യമുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജന്മന അംഗവൈകല്യമുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രഗ്നൻസി കോംപ്ലിക്കേഷൻ ഉള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗികള്, തൈറോയിഡ് രോഗികള്, കരൾ വീക്കമുള്ളവരെ, കിഡ്നി രോഗികളെ, ഹാർട്ട് സംബന്ധമായ രോഗികള്, ഹൃദയവാൽവിന് രോഗമുള്ളവരെ, ശ്വാസം മുട്ടുള്ളവരെ, മുക്കിൽ ദശ വളരുന്നവരെ, വെരിക്കോസിന്റെ അസുഖമുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, നടുവിന് വേദനയുള്ളവരെ, ഡിസ്കിന് വേദനയുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതം വഴിമുട്ടിയവരെ, കർത്താവേ, വാർദ്ധക്യ സഹജമായ രോഗത്തിൽ ആശുപത്രിയിൽ കിടക്കുന്ന
സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മഹത്യ ചെയ്യാൻ പോലും കർത്താവെ ചിന്തിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ഞെരുക്കമുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരങ്ങളുയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്ന കർത്താവേ, അത്ഭുതങ്ങൾ പെയ്തിറങ്ങണമേ, അടയാളങ്ങൾ പ്രവർത്തിക്കണമേ കർത്താവേ, അടയാളങ്ങൾ പ്രവർത്തിക്കണമേ. പരിശുദ്ധ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, ശക്തമായിട്ട് സ്തുതിക്കട്ടെ. കർത്താവേ, 2-ാം ശനിയാഴ്ച ഉടമ്പടി ധ്യാനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. 4-ാം ശനിയാഴ്ചത്തെ ഉടമ്പടി ധ്യാനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിലൂടെ അനേകായിരങ്ങൾക്ക് അത്ഭുതങ്ങൾ ചെയ്യാൻ, കൃപകളിലേക്ക് വർഷിക്കപ്പെടാൻ കൃപ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. കൃപാസന ധ്യാനങ്ങളുടെ പേര് കൃപാസനത്തിൽ 2 ശുശ്രൂഷയാണ് നടക്കുന്നത്. ഒന്ന് ഉടമ്പടി പ്രാർത്ഥന, അല്ലെ, ഉടമ്പടി ആദ്യമായിട്ടും ചെയ്യാൻ വരുന്നവർക്കുള്ള പ്രാർത്ഥനയാണ് ഉടമ്പടി പ്രാർത്ഥന. പിന്നെ ഉള്ളത് ഉടമ്പടി പ്രാർത്ഥന കൂടിയവർക്ക് വേണ്ടിയുള്ള ഉടമ്പടിയിലെ പ്രബോധനം നൽകി ബോധ്യപ്പെടുത്തുന്ന പ്രാർത്ഥനയാണ്, ബോധ്യങ്ങൾ കിട്ടുന്ന പ്രാർത്ഥനയാണ് ഉടമ്പടി ധ്യാനം. അതാണിപ്പോൾ നടക്കുന്നത്. ഇവിടെ ഉടമ്പടിയെക്കുറിച്ച്, കാര്യം ഉടമ്പടി ഒരു പുതിയ പ്രാർത്ഥനയാണ്. അതിലൂടെയാണ് നമ്മൾ ഈ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുന്നത്. കൃപാസനത്തിന് ഉടമ്പടി ഉണ്ടാവുന്നതിന് മുമ്പ് ഒരു 4 നൂറ്റാണ്ട് കാലത്തെ അഭിഷേക ശുശ്രൂഷ ചരിത്രമുണ്ട്. അതും ഉടമ്പടിക്ക് ശേഷമുള്ള സാക്ഷ്യ ശുശ്രൂഷകളെ നോക്കുമ്പോൾ ഭയങ്കര വ്യത്യാസമാണ്. ഒന്നാമത്തെ മിറക്കിൾസിൻ്റെ എണ്ണം വല്ലാതെ കൂടി, വളരെ ഗുണനിലവാരമുള്ള, ദൈവം നേരിട്ട് ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന പോലെയാണ് ചില സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോണത്. കാര്യം ഞങ്ങൾക്കത് പെട്ടെന്ന് തോന്നും. കാരണം പണ്ടത്തെ ഒരു കാലം ഞങ്ങൾക്കറിയാം. നിങ്ങളിൽ ഒരു 60-70% പേരും പുതിയ ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് പഴയ കൃപാസനത്തെ അറിയത്തില്ല. അന്ന് ഒരു മാസം 30 സാക്ഷ്യമേ നടക്കത്തുള്ളൂ. ഇന്നിപ്പോൾ 300 സാക്ഷ്യങ്ങൾ നടക്കുന്നുണ്ട്. വളരെ, അതെല്ലാം ഉടമ്പടിയുടെ ഒരു ദൈവീക അടയാളങ്ങളാണ്. അപ്പോഴൊരു വ്യത്യാസം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടിയിൽ എന്താണ് സംഭവിക്കണമെന്ന് ചോദിച്ചാൽ, അത് ഉടമ്പടി ചെയ്തിരിക്കുന്ന എല്ലാ മക്കളും പ്രത്യേകം അച്ഛൻ്റെ ഇപ്പോൾ നൽകുന്ന ശുശ്രൂഷ ശ്രദ്ധിക്കണം. ഉടമ്പടിയിൽ നമ്മൾ വിചാരിച്ചിരിക്കുന്ന പോലെയുള്ള ദൈവ അനുഗ്രഹമല്ല സംഭവിക്കണത്. മറിച്ച് ഉടമ്പടി എടുക്കേണ്ടി വന്നൊരു സാഹചര്യം എന്താണ്? മോസസിൻ്റെ കാലത്ത് ആണല്ല ഉടമ്പടി എഴുതിയത്. ഉടമ്പടി എഴുതി കിട്ടിയത് മോസസിൻ്റെ കാലത്താണ്. അതൊക്കെ മുമ്പ് എബ്രഹാത്തിനോടും നോഹിനോടും ഉടമ്പടി ഉണ്ടായിരുന്നു, പക്ഷേ ഉടമ്പടി പറയുകയായിരുന്നു. ഉടമ്പടി എഴുതി കിട്ടിയത് മോസസിൻ്റെ കാലത്താണ്. അപ്പോൾ ഉടമ്പടി എഴുതാനുണ്ടായ ഒരു സാഹചര്യം, അതറിഞ്ഞാൽ മാത്രമേ ഉടമ്പടിയിൽ എന്താണ് സംഭവിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഞങ്ങൾ 20 വർഷമായി മെൽബണിൽ ജീവിക്കുന്ന ഒരു ഫാമിലിയാണ്. എൻ്റെ പേര് കുര്യൻ, വൈഫ് സപ്ന, മൂത്തമോൾ നെല്ല, 2ാമത്തെ മകൾ ബെല്ല, 3ാമത്തെ ആൾ എല്ല, ഇത് ജോർജ്. ഇതിൽ 2ാമത്തെ മകളായ ബെല്ലായ്ക്ക് ഉണ്ടായ ഒരു കാർഡിയാക് അറസ്റ്റും അത് കഴിഞ്ഞുണ്ടായ ഒരു ബ്രെയിൻ ഇമ്പാക്റ്റും അതിൽ നിന്ന് അമ്മ മാതാവ് തിരുക്കുമാരനോട് മധ്യസ്ഥത വഹിച്ച് സുഖപ്പെടുത്തിയ ഒരു സാക്ഷ്യം പറയാനാണ് ഞങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നത്. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഈ പരിപാവനമായ അൾത്താരയിൽ ഞങ്ങൾക്ക് നിൽക്കുവാൻ ഒരവസരം ലഭിച്ചതിന്. 2023 ഒക്ടോബർ 17 രാവിലെ പുലർച്ചെ 1 മണിക്ക് എൻ്റെ മോളെ രാത്രി ഉറങ്ങിയിരുന്ന ബെഡിൽ നിന്നും തറയിലേക്ക് വീഴുകയാണ്. ഒരു കാർഡിയാക് അറസ്റ്റ് ആയിരുന്നു. ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഞങ്ങൾ അവളുടെ അടുത്ത് പോയി അവളെ വിളിച്ചപ്പോഴേക്കും അവൾ ഏകദേശം മരിച്ച ഒരവസ്ഥയിൽ, ഒരു ഫീബിൾ ഹാർട്ട് ബീറ്റ് ഉണ്ട്, ആ ഒരവസ്ഥയിലായിരുന്നു. അപ്പോൾ ഉടനെ തന്നെ ഞങ്ങൾക്കറിയാവുന്ന പോലെ CPR ഒക്കെ കൊടുത്തു. കുഞ്ഞിന് ഒരനക്കവുമില്ല.
കുഞ്ഞിൻ്റെ ചുണ്ടൊക്കെ നല്ല വെളുത്ത നിറത്തിലോട്ട് വരികയാണ്. അപ്പോൾ തന്നെ ഞങ്ങൾ ആംബുലൻസ് വിളിക്കുകയാണ്. ആംബുലൻസുകാർ ഞങ്ങളോട് CPR കൊടുക്കാൻ പറയുന്നു. ഒരു പ്രയോജനവുമില്ല. പിന്നെ ഒരു 4 ആംബുലൻസുകളാണ് വന്നത്. 2 എമർജൻസി ആംബുലൻസും 2 ഇൻറ്റൻസീവ് കെയർ ആംബുലൻസും വന്നു. അവരെല്ലാവരും കൂടി 1.25 മണിക്കൂറോളം കുഞ്ഞിനെ CPR കൊടുക്കുന്നു. അപ്പം അവസാനം അവർ പറയുന്നത് 1.25 മണിക്കൂർ കഴിയുമ്പം ഒന്നും അവർ വലിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് കാണുന്നില്ല. ഇതുപോലെ തന്നെ ഒരു ഫീബിൾ ഹാർട്ട് ബീറ്റിൽ അവർ സദേൺ ഹെമിസ്ഫിയറിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഹോസ്പിറ്റലായ RCH കുഞ്ഞുങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ വരണം, കുഞ്ഞിന് ലാസ്റ്റ് ഗുഡ് ബൈ പറയാൻ വേണ്ടി കൂട്ടത്തിൽ ചെല്ലണമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഏകദേശം 8 മാസം ഈ മോനെ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയമായിരുന്നു. എനിക്ക് ഇത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള മോളാണ്. എല്ലാവർക്കും പനി വന്നാലും അവൾക്കൊരു പനി വരത്തില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ചിക്കൻ പോക്സ് വന്ന് അവൾക്ക് വന്നില്ല. അങ്ങനെയുള്ളൊരു കുഞ്ഞിനെ ഇങ്ങനെ ഒരു ദിവസം കാർഡിയാക് അറസ്റ്റ് വന്നു. അവൾ പോവുകയാണെന്ന് കേട്ടപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഈ ആംബുലൻസിൻ്റെ കമാൻഡറിൻ്റെ കൂട്ടത്തിൽ ആ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ബെല്ലായ കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഇവളുടെ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്ത് ഇവളുടെ ഒരു എക്മോ എന്ന് പറയുന്ന ഒരു മെഷീനുണ്ട്, ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല, ആദ്യമായിട്ട് കേൾക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെടുത്തി കുഞ്ഞിൻ്റെ ജീവൻ വെൻറ്റിലേറ്ററിലാണ്, കുഞ്ഞിൻ്റെ ജീവൻ അങ്ങനെ നിലനിർത്തുകയാണെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം 72 മണിക്കൂർ അങ്ങനെ വെക്കും. അത് കഴിയുമ്പോൾ അറിയാം കുഞ്ഞിനെ കിട്ടുമോ ഇല്ലയോ എന്ന്. ഏതവസ്ഥയിൽ കിട്ടുമെന്ന് അറിയത്തില്ലെന്നും പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ കുഞ്ഞിനെ കാണാൻ മക്കളുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. കുഞ്ഞ് ഒരു മരിച്ച പോലെ ഒരു കുഞ്ഞ് ഇരിക്കുന്നു. എല്ലാ തരത്തിലും ശരീരത്ത് എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം ട്യൂബ്സാണ്. അപ്പം ഞങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന കുടുംബമാണ്. പക്ഷേ ഞങ്ങൾക്ക് കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുള്ളതല്ലാതെ ഞങ്ങളിവിടെ ഉടമ്പടി എടുക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോഴാണ് അന്ത്യകൂദാശ കൊടുക്കാൻ വേണ്ടി 2 അച്ഛന്മാർ വരികയാണ് ICUവിലേക്ക്. അവരുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ ചർച്ചിലെ കുറച്ച് ട്രസ്റ്റീസ് അങ്ങനെയുള്ള ലീഡേഴ്സ് ഉണ്ട്. അതിലൊരാൾ എൻ്റെ കയ്യിലേക്ക് ഈ ഉടമ്പടി പത്രം, ഉടമ്പടി വസ്തുക്കളെല്ലാം തന്ന് ആ ബാഗ് എൻ്റെ കയ്യിൽ തരികയാണ്. എനിക്ക് എന്താണെന്ന് ഈ ഒരു അവസ്ഥയായതുകൊണ്ട് മനസ്സിലാകുന്നില്ല. ഞാനത് അവിടെ തന്നെ ICUവിൽ തന്നെ കീപ്പ് ചെയ്തു. അത് കഴിയുമ്പോൾ അത് തന്നു വിട്ടത് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് രമ്യയാണ്. രമ്യ അപ്പോൾ എന്നെ വിളിച്ച് പിറ്റേ ദിവസം ചോദിക്കുകയാണ്, ഈ ഉടമ്പടി വസ്തുക്കളൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയോ, ഇത് യൂസ് ചെയ്യണം എന്നൊക്കെ പറയുന്നു. ഞാനത് രമ്യ പറയുന്നത് പോലെ കുഞ്ഞിൻ്റെ നെറ്റിയിൽ തൈലം വരയ്ക്കുന്നുണ്ട്, ഉപ്പിടുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ രമ്യ തന്നെ അവിടെ വന്ന് എന്നോട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. രമ്യയുടെ കഴുത്തിലിട്ടിരുന്ന കൊന്ത എൻ്റെ കഴുത്തിൽ ഊരി തരുന്നു, കാശ് രൂപ വിട്ട് തരുന്നു. ഈ കാര്യങ്ങളെല്ലാം ചെയ്യുകയാണ്. പിന്നെ ഞങ്ങളെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെല്ലാം ചെല്ലാൻ തുടങ്ങുകയാണ്. ഞങ്ങൾക്ക് തിരി തരുന്നു, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ഉടമ്പടി എടുത്തില്ല. ഉടമ്പടി എടുക്കാൻ ഞങ്ങൾക്ക് അതിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു നിബന്ധനകളൊക്കെ ഞങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുമോ, ഈ അവസ്ഥയിൽ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാൻ പറ്റുമോ, ഇതൊക്കെ ഞങ്ങൾക്ക് സംശയമായിരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞങ്ങളെ ഡോക്ടേഴ്സിൻ്റെ വലിയൊരു ടീം വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞിൻ്റെ എല്ലാം ബ്രെയിൻ ഡാമേജ് സംഭവിച്ചു, സെൽസ് എല്ലാം ഡാമേജ്ഡാണ്, നിങ്ങൾക്ക് കുഞ്ഞിനെ കിട്ടുമായിരിക്കും, പക്ഷേ അവൾക്ക് ഒരു ശേഷിയുമില്ല, കുഞ്ഞ് അന്ധയായിരിക്കും, കുഞ്ഞിന് കേൾവിശക്തിയില്ല, കുഞ്ഞൊന്നും ഇറക്കത്തില്ല, ജീവിതകാലം മുഴുവൻ ട്യൂബിൽ മാത്രം കുഞ്ഞ് ജീവിക്കത്തുള്ളൂ എന്നൊരവസ്ഥയിലേക്ക് പറഞ്ഞു. അപ്പോൾ അത് ഇവിടെ ഇപ്പം പറയുന്നതല്ല, ഞങ്ങൾ അന്ന് കടന്നുപോയ, ഞാനന്ന് പൂർണ്ണ ഗർഭിണിയും കൂടെ ആയിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങളെല്ലാവരും ഉണ്ട്. അപ്പം ഞങ്ങൾ എങ്ങനെയാണ് അതിൽ കൂടെ കടന്നു പോയെന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞാൽ അറിയത്തില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ഉടമ്പടി വസ്തുക്കൾ എല്ലാം ഉപയോഗിക്കാനും ഒക്കെ തുടങ്ങിയപ്പം തന്നെ മനസ്സിന് ഒരുപാട് തളർന്നു പോകുന്ന ഒരവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്കൊരു ധൈര്യം കിട്ടുന്നതായിട്ട് തോന്നുകയാണ്. എങ്കിലും ചില സമയങ്ങളിൽ മാനുഷികമായിട്ട് നമ്മൾ തളർന്നു പോവുകയാണ്. അങ്ങനെ ഇരിക്കെ ICUവിൽ നിന്ന് ഈ എക്മോ മെഷീൻ മാറ്റുകയാണ്. എക്മോ മെഷീൻ മാറ്റിയിട്ട് മോളെ 2 വീക്സ് ICUവിൽ ഇട്ടിട്ട്, എന്നാലും കുഞ്ഞിനൊന്നുമില്ല, ഒരു ഫങ്ഷൻസുമില്ല. കുഞ്ഞിനെ കാർഡിയോളജി വാർഡിലേക്ക് മാറ്റുകയാണ്. അവിടെ വെച്ച് മാറ്റിയ സമയത്താണ് ഞങ്ങൾ കാണുന്നത് കുഞ്ഞിനെ ഈ ബ്രെയിൻ ഡാമേജ് എന്തുമാത്രമാണെന്നത്. കുഞ്ഞിൻ്റെ ശരീരം മുഴുവൻ കുഞ്ഞിനെ ബെഡിൽ നിന്നും താഴെയാണ് കിടത്തുന്നത്. ബെഡിൽ നിന്നും ചാടുവെന്നും പറഞ്ഞ്, കാരണം പൊളയുവാണ്, ഒരു സ്നേക്ക് കിടന്ന് പൊളയുന്നത് പോലെ കുഞ്ഞ് ബെഡിൽ കിടന്ന് പൊളയുകയാണ്. കാരണം നമ്മൾക്കുണ്ടാകുന്ന ഈ കാലിലൊക്കെ കയറുന്ന മസിൽ, ഇവളുടെ തല തൊട്ട് വിരൽ വരെ മസിൽ ഇങ്ങനെ ഓരോ മിനിറ്റ് ഇടവിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പം വേദന കൊണ്ട് ഇവൾ ബെഡേ കിടന്ന് കൈയും കാലും താടിയും ഒക്കെ ഇട്ട് ഒരച്ച് ബെഡിലെല്ലാം ബ്ലഡ് പറ്റുവാണ്.
അങ്ങനെ ഇരിക്കുമ്പം ഞങ്ങൾ ഇങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കും. ഈ പ്രത്യക്ഷീകരണമൊക്കെ ചൊല്ലി മാതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഉടമ്പടി എടുത്തിട്ടില്ല. അമ്മേ മാതാവേ, കുഞ്ഞിനുള്ള മിക്സ്ചർ, ഒരു കോമ്പിനേഷൻസ് വേണം മെഡിസിൻ്റെ, എന്നാലേ കുഞ്ഞിന് ഹീലിംഗ് കുറച്ചെങ്കിലും വേദന കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ഡിവൈൻ ഇൻ്റർവെൻഷൻ നടന്ന് ഞങ്ങളുടെ കുഞ്ഞിനുള്ള ഒരു കറക്റ്റ് മിക്സ്ചർ ഓഫ് മെഡിസിൻ ഡോക്ടേഴ്സിന് കാണാൻ പറ്റണേ എന്ന് ഏറ്റവും മിടുക്കരായിട്ടുള്ള ഡോക്ടേഴ്സാണ്, 70 വയസ്സിനൊക്കെ അടുപ്പിച്ചുള്ള കൺസൾട്ടൻസിൻ്റെ ഒരു ടീമാണ് ഇവളെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പം പയ്യെ ഇവൾക്ക് ഉള്ള മെഡിസിൻ ഒരു 2-3 ദിവസം കഴിഞ്ഞ്, 2-3 ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇവൾക്കുള്ള മെഡിസിൻ അവർക്ക് മിക്സ്ചർ കിട്ടിയെന്ന് പറഞ്ഞു. എങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒന്നും കാണുന്നില്ല, ജീവൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതേ ഉള്ളൂ. അപ്പോഴാണ് ഒരു 1.5 ആഴ്ചയൊക്കെ ആയപ്പം കുര്യൻ ഒരു രക്ഷയുമില്ല, എങ്ങും ഒരു രക്ഷയില്ല, ഒരു ഡോക്ടേഴ്സും പോസിറ്റീവായിട്ട് പറയുന്നില്ല. ഞങ്ങൾ കുര്യൻ പോയി ഓൺലൈൻ ഉടമ്പടി എടുക്കുകയാണ്. എനിക്കെടുക്കാൻ പറ്റത്തില്ല, കാരണം ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യേണ്ട കൊണ്ട്, പ്രഗ്നൻ്റ് ആയതുകൊണ്ടും എനിക്ക് പറ്റാത്ത കൊണ്ട് കുര്യൻ എടുക്കുകയാണ്. അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അതിൻ്റെ ഇടയ്ക്ക് തന്നെ വേറെ ഒരു ഇതുണ്ടായി. കുഞ്ഞിൻ്റെ ഈ ചെസ്റ്റ് അടച്ചു വെച്ചിരുന്നത് മുഴുവൻ ഇൻഫെക്ഷനായിട്ട് ദേഹം മുഴുവൻ നനയുന്നത് പോലെ പസ് വരികയാണ്. ഒരു ദിവസം ദേഹം മുഴുവൻ ഇട്ടിരുന്ന ഉടുപ്പ് മുഴുവൻ പതഞ്ഞ് ചാടുകയാണ് നെഞ്ചിനകത്തുനിന്ന് പസ്. അപ്പോഴും ഇതുപോലെ ഡോക്ടേഴ്സ് വന്നിട്ട് പറഞ്ഞു കുഞ്ഞിനെ കിട്ടാൻ ഒരു ചാൻസുമില്ല, ഈ ഒരവസ്ഥയാണ്, കുറച്ച് സർജറീസൊക്കെ കൂടെ ഉണ്ട്, അതൊന്നും ചെയ്യുന്നില്ല. കാരണം ബെല്ലയിൽ അതൊന്നും ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. കാരണം ബെല്ലായെ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അപ്പം അവർക്ക് വേണ്ടി ഇനി ഒന്നും ചെയ്യുന്നതിൽ കാര്യമില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇതെല്ലാം ഇങ്ങനെല്ലാം വരുമ്പോൾ ഞങ്ങൾക്ക് ഈ ഓൺലൈൻ ഉടമ്പടി എടുത്തതുകൊണ്ട് കൂടുതൽ മാനസികമായിട്ട് ധൈര്യം കിട്ടാനും പ്രാർത്ഥനയിൽ മാത്രം അത്ഭുതങ്ങൾ സംഭവിക്കും എന്ന് ഉറച്ച് വിശ്വസിക്കാനും മനസ്സിലിങ്ങനെ നമുക്ക് തോന്നുകയാണ്. ഞങ്ങൾ അടുത്തിരുന്ന് എപ്പോഴും അച്ഛൻ പറയുന്നത് പോലെ ഉടമ്പടി ധ്യാനങ്ങളും കൃപാസനത്തിലെ ടോക്കുകളും എല്ലാം കുഞ്ഞിൻ്റെ അടുത്ത് വെച്ച് തന്നെ ബെഡിൻ്റെ അടുത്തിരുന്ന് കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം അത് കഴിഞ്ഞ് ഈ പസ്സിൻ്റെ സമയത്ത് കുഞ്ഞിനെ ഡോക്ടേഴ്സ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റുകയാണ്, പസ് മാറ്റാൻ വേണ്ടി. ആ സമയത്ത് ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ഞാനും എൻ്റെ 3ാമത്തെ കുഞ്ഞുമുണ്ട്, 3.5 വയസ്സുള്ള, എനിക്ക് ഭയങ്കരമായിട്ടും സുഗന്ധം കിട്ടുകയാണ്. അപ്പോൾ ഞാൻ ഓർത്തു എനിക്ക് മാനസികമായിട്ട് ഇങ്ങനെ അച്ഛൻ പറയുന്നത് കൊണ്ട് തോന്നലായിരിക്കുമെന്നും കൊണ്ടിരുന്നപ്പോൾ എന്നോട് 3.5 വയസ്സുള്ള മോള് ചോദിച്ചു, മമ്മ വാട്ട്സ് ദാറ്റ് ബ്യൂട്ടിഫുൾ സ്മെല്ലെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ശരിക്കും ഇവിടെ ഇനി ഒരു അത്ഭുതം നടക്കും. ഒന്നുമില്ലാത്തടത്തുനിന്ന് ഞങ്ങൾക്ക് മകളെ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഞങ്ങൾക്ക് അവൾക്ക് കാഴ്ച കിട്ടണമെന്നും, അവളുടെ പെടലിയൊക്കെ ഒടിഞ്ഞു കിടക്കുകയാണ്, വായിക്കൂടെ എപ്പോഴും സലൈവ ഒഴുകും, 1.5 മിനിറ്റ് കൂടുമ്പോൾ ഞങ്ങളത് സക്ഷൻ ചെയ്ത് വലിക്കണം, അല്ലെങ്കിൽ അവളിങ്ങനെ കണ്ണൊക്കെ പുറത്തോട്ട് തള്ളി വല്ലാത്തൊരവസ്ഥയാകും. ഞങ്ങളുടെ കുഞ്ഞിനെ കാണാൻ വന്നവരൊക്കെ ഒന്ന് കാണാൻ വന്നിട്ട് വരത്തില്ല, കാരണം അത്രയ്ക്ക് ഭീകരമായിരുന്നു അവസ്ഥ. ആർക്കും കണ്ടു നിൽക്കാൻ മനുഷ്യർക്ക് പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. അവിടെ നിന്നും ഞങ്ങൾ ഇത് കഴിഞ്ഞ് കൊണ്ടുവന്നപ്പം കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ അടിയെല്ലാം കറുത്ത് വേറെ ഒരു രൂപത്തിലിരിക്കുകയാണ്. അപ്പോഴും ഞങ്ങൾ അടി ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ ഒരുപാട് പേരിങ്ങനെ ഞങ്ങളെ വിളിച്ച് ഇമോഷണലി ഞങ്ങൾക്ക് സപ്പോർട്ട് തരികയാണ്, തളരരുത്. അങ്ങനതൊക്കെ അമ്മ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി ഒരു മാലാഖ വൃന്ദത്തെല്ലോ ഞങ്ങളുടെ അടുത്ത് ഒരുക്കിയ പോലാണ് എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ചേച്ചി പറഞ്ഞു, വിശുദ്ധ ഗ്രന്ഥം അച്ഛൻ പറയുന്ന പോലെ 1/2 മണിക്കൂറല്ല, ഞങ്ങൾ 1-2 മണിക്കൂർ വിശുദ്ധ ഗ്രന്ഥം വായിക്കും, കാരണം വേറെ ഒന്നുമില്ല ഞങ്ങൾക്ക് ചെയ്യാൻ, കൊന്ത ചെല്ലും. അങ്ങനെ ഇരുന്നപ്പം ഒരു ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു, മോളെ വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-9 അധ്യായം ഇരുന്ന് നീ വായിക്കണം. ഈശോ നടത്തിയ ഹീലിങ്സ് ആണ് അതിനകത്ത് മുഴുവൻ. ഇവളുടെ പോലെ തന്നെ അതിനകത്ത് ഈശോ അന്ധനെ സുഖമാക്കുന്നു, തളർവാദ രോഗിയെ സുഖമാക്കുന്നു. ഇത് ഞങ്ങൾ കണ്ടിന്യൂസ്ലി വായിക്കാൻ തുടങ്ങി, എന്നും വായിക്കും. പിന്നെ ഒരു ദിവസം അച്ഛൻ്റെ ടോക്ക് കേൾക്കുമ്പം അച്ഛൻ അതിനകത്ത് ഇവളുടെ താടിയെല്ലാം മുഴുവൻ പൊട്ടിയിരിക്കുകയാണ്, താടി മുഴുവൻ ഒരച്ചൊരച്ച് അച്ഛൻ പറയുകയാണ്, താടി മുഴുവൻ മുറിഞ്ഞിരിക്കുന്ന ഒരു കുഞ്ഞിനെ അമ്മ മാതാവ് സുഖപ്പെടുത്തുന്നതായിട്ട്. അപ്പം തന്നെ എൻ്റെ മമ്മി ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഉടമ്പടി വസ്തുക്കൾ കിട്ടാൻ വേണ്ടി മമ്മി വന്ന് ഉടമ്പടി എടുത്തായിരുന്നു. ആ ഉടമ്പടി വസ്തുക്കൾ മുഴുവൻ എൻ്റെ ബ്രദറിൻ്റെ കയ്യിൽ അങ്ങോട്ട് കൊടുത്തു വിട്ടായിരുന്നു. അപ്പം മമ്മിയും ഞാനും ഇത് ഒരേ സമയം കേൾക്കുകയാണ്. ഞാനിത് കേട്ട് ഉടനെ തന്നെ മമ്മിയുടെ കോള് വരികയാണ്, അച്ഛൻ നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, അങ്ങനെ ആയിരിക്കുമോ മമ്മി, നമ്മുടെ കുഞ്ഞിനെ അത്രയൊക്കെ ഹീലിംഗ് നടക്കുമോ ഈ ഒരവസ്ഥയിൽ? അപ്പം മമ്മി പറഞ്ഞു, അച്ഛൻ പറയുന്നത് നമ്മൾ വിശ്വസിക്കണം, വിശ്വസിച്ചാലേ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരത്തുള്ളെന്നാണ്. ഞങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ എൻ്റെ അനിയത്തി വിളിച്ചിട്ട് പറയുന്നു, പഴയ വീഡിയോസൊക്കെ ബെല്ലായെ കാണിക്കാൻ ഒന്നുമില്ല ചെയ്യാൻ. ഞങ്ങൾ ഇങ്ങനെ കിടക്കുന്ന കുഞ്ഞിനെ പഴയ വീഡിയോസ്, ഒരു സൈഡ് മുഴുവൻ അവളുടെ ഇടതുവശം മുഴുവൻ തളർന്നു പോയായിരുന്നു, വലതുവശവും പയ്യെ തളരാൻ തുടങ്ങുകയാണ്. കാരണം കൈയൊക്കെ കമ്പി പോലും വളഞ്ഞിരിക്കുക, നിവർത്തിയാൽ ഒടിഞ്ഞു പോകും, വിരലുകളൊക്കെ പൂ പോലും ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നത്. അപ്പം അവൾ പയ്യെ മരിച്ച് നമുക്ക് മരണമെന്ന് പറഞ്ഞാലും അത് നമുക്ക് മരിച്ചു പോയി ഈശോയുടെ അടുത്ത് പോയെന്ന് പറയാം. ഇത് അങ്ങനെയല്ല, അതിലും ഭീകരമായിരുന്നു. അപ്പം
അവിടെ നിന്നും ഞങ്ങൾ ഇങ്ങനെ മമ്മി പറഞ്ഞതനുസരിച്ച് അങ്ങനെ തന്നെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി വസ്തുക്കളെല്ലാം ഈ സമയത്തെല്ലാം പറയേണ്ട കാര്യം, അവളെ തുടയ്ക്കുന്ന വെള്ളത്തിലും അവളുടെ ശരീരത്തുമെല്ലാം ഞങ്ങൾ തൈല്, ഉപ്പ് എല്ലാം കൊടുക്കും. തേൻ മാത്രം കൊടുക്കാൻ പറ്റത്തില്ല, കാരണം മൂക്കിൽ കൂടെ ട്യൂബ് ഇട്ടേക്കുവാണ്. തേൻ നാവി തൊടാൻ പറ്റത്തില്ല. പക്ഷേ ബാക്കി കാര്യങ്ങളെല്ലാം കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളും നടക്കുന്നു. അങ്ങനെ എന്നോട് ഈ രമ്യയെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു രമ്യയെ അടുത്ത വർഷത്തെ പ്രസിദ്ധന്തിയായിട്ട് കുഞ്ഞിനെ മാതാവിൻ്റെ 8 നോയമ്പിന് വെച്ചിട്ടുണ്ട്. അന്ന് എൻ്റെ കുഞ്ഞിന് കാഴ്ചയുണ്ടായി, പെടലി നേരെ ഇരുന്ന് വീൽ ചെയറെ കൊണ്ടുപോകാൻ പറ്റിയാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ രമ്യ എന്നോട് പറഞ്ഞു, അവളെ അങ്ങനെ ഒന്നുമല്ല. അപ്പോൾ എന്നും രമ്യ ഇവിടെ ഉടമ്പടി എടുത്ത വ്യക്തിയാണ്. രമ്യ എന്നോട് പറയും, ഒന്നുമല്ല, അവളെ പൂർണ്ണമായിട്ടും അമ്മ മാതാവ് ഹീൽ ചെയ്യും, അവൾ നല്ല മിടുക്കിയായിട്ട് തിരിച്ചു വരും എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പം ഇവളുടെ പയ്യെ ഇവൾ ചിരിക്കാൻ തുടങ്ങുന്നു. ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ്സ് കാണാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഡിസംബർ 25 ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഡിസംബർ 25 ആയപ്പം അവൾ കംപ്ലീറ്റ്ലി, ഡോക്ടർമാർക്ക് പോലും അതിശയമാണ്, അവൾ നോർമലായി വരികയാണ്. പയ്യെ സംസാരിക്കും, ചെറിയ വാക്കുകളൊക്കെ. പക്ഷേ ട്യൂബ് ഫീഡ് വേണമെന്ന് പറഞ്ഞു. ഞങ്ങളോട് പറഞ്ഞു മൂക്കിലെ ട്യൂബ് മാറ്റിയിട്ട് അവൾക്ക് സ്റ്റൊമക്കിൽ കൂടെ ട്യൂബ് ഇടാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്കത് ഞങ്ങൾക്ക് അതുകൂടൊന്ന് മാറി കിട്ടണമെന്നായിരുന്നു. പിന്നെ കാല് ഒരു രക്ഷയില്ല, കാലെല്ലാം ഇങ്ങനെ ആയി പോയായിരുന്നു, താഴോട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുക. അതൊക്കെ ഞങ്ങളോർത്ത് വീൽ ചെയറിലാണെങ്കിലും മോളെ കൊണ്ട് നടക്കാം എന്നുള്ള ഒരു ഇതിലായിരുന്നു. അപ്പം ആ കാലിൻ്റെ കാര്യം ഒഴികെ ഈ ട്യൂബാണ് പിന്നെ ഉണ്ടായിരുന്നത്. അപ്പോഴാണ് ഒരു ദിവസം ഇങ്ങനെ വന്ന് അവർ ഞങ്ങളോട് ഇങ്ങോട്ട് പറയുകയാണ് ഓരോ കാര്യങ്ങൾ. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞ കുഞ്ഞിൻ്റെ ട്യൂബ് മാറ്റിയിട്ട് നമുക്ക് കുറച്ച് കട്ടിയുള്ള വെള്ളം കൊടുത്തു നോക്കാം. അതവൾ സ്വാളോ ചെയ്യാൻ തുടങ്ങി. പിന്നെ കുഞ്ഞു ഫ്രൂട്ട് പ്യൂരീസൊക്കെ കൊടുക്കാൻ തുടങ്ങി. അതൊക്കെ അവൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ കാര്യങ്ങളും വന്ന് അവർ ട്യൂബും കംപ്ലീറ്റ്ലി മാറ്റുകയാണ്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീൽ ചെയർ വെച്ച് പുറത്തോട്ട് ഇറക്കാൻ തുടങ്ങുകയാണ്. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ മെഡിക്കലി നടക്കുന്നുണ്ട്. ഡോക്ടേഴ്സിൻ്റെ ഒരുപാട് ടീംസ് വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ പ്രാർത്ഥനയിലാണ് പൂർണ്ണമായിട്ടും വിശ്വസിച്ച്. പ്രത്യക്ഷീകരണ പ്രാർത്ഥന, ഉടമ്പടി പ്രാർത്ഥന എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നു. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ 2 ചാപ്ലൈൻസ് ഉണ്ട്. അവർ ഞങ്ങൾക്ക് തീരുമ്പം ഹോളി യൂക്രിസ്റ്റ് കൊണ്ട് മുറി വെച്ച് തരുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരങ്ങനെയെല്ലാം സപ്പോർട്ട് ചെയ്യും. ഞങ്ങൾക്ക് പറ്റുമ്പോൾ ഞങ്ങൾ കുർബാന ഓരോരുത്തർ പോയി പള്ളിയിൽ പോയി കാണും, അല്ലാത്തപ്പോൾ ഓൺലൈൻ കുർബാന വെച്ച് കാണും. 2 ആഴ്ച കൂടുമ്പോൾ ഇടവക പള്ളിയിൽ പോയി കുമ്പസാരിക്കാറുണ്ടായിരുന്നു. അങ്ങനെയെല്ലാം കഴിഞ്ഞ് മോളെ ആ സമയത്ത് തന്നെ ഞാനിങ്ങനെ ഗർഭിണി ആയതുകൊണ്ട് ഞങ്ങൾ കുഞ്ഞിനൊന്നും വരല്ല. കാരണം ഈ ഡോക്ടേഴ്സിൻ്റെ ടീം തന്നെ എൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനും ഇവർക്ക് അരിത്മിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞിനും അങ്ങനെയുള്ള കണ്ടീഷനാണെന്നുകൊണ്ട് എക്കോ, ECG ഇങ്ങനെ എല്ലാം ചെയ്തുകൊണ്ട് കുഞ്ഞിനും ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്കുള്ള ഒരേ ഒരു പ്രശ്നം, ഈ ഇവൾ കിടക്കുന്ന ഹോസ്പിറ്റലിൽ നിന്നും കുറേ ദൂരെയാണ് എന്നെ കാണിക്കുന്ന ഹോസ്പിറ്റൽ. അങ്ങോട്ട് ഇവൾക്ക് ബോധം വന്നപ്പം തൊട്ട് ഞാൻ എപ്പോഴും അടുത്ത് വേണം. അപ്പം ഞാനൊരു ഇതിന് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 3/4 ദിവസത്തോളം എൻ്റെ അപ്പോയിൻമെൻറ്റ്സുമായിട്ട് പോകും. അപ്പം ഞാൻ ഇവളുടെ ഹോസ്പിറ്റലിന് തൊട്ടടുത്ത് വോക്കബിൾ ഡിസ്റ്റൻസിലുള്ള ഒരു ഹോസ്പിറ്റലിലോട്ട് എനിക്ക് മാറ്റി തരാമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇതിപ്പം തീരാറായല്ലോ, ഡെലിവറി നടക്കാറായി, അത് കാരണം ഇനി മാറ്റി തരാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. മമ്മി പറഞ്ഞു, നിനക്ക് ആ ഹോസ്പിറ്റലിൽ തന്നെ നിൻ്റെ ഡെലിവറി നടക്കും, എല്ലാം വളരെ ഈസി ആയിട്ട് നടക്കും. അതൊന്നും അപ്പോൾ എനിക്ക് വിശ്വാസമില്ല. മമ്മി ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയാം, അങ്ങനെയൊന്നും പറ്റത്തില്ല മമ്മി, അവരിനി ചെയ്യത്തില്ലെന്നല്ലേ പറയുന്നത്. അങ്ങനെ ഇവളുടെ കൂടെ ഒരു ദിവസം രാവിലെ ഞാൻ ഇവളുടെ റൂമിലെ ഇവളുമായിട്ട് നിൽക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് പെയിൻ വരികയാണ്. ഒരു 8:30 ആയപ്പം പെയിൻ വരുന്നു. എന്നെ ഞാൻ ആദ്യം ഇതാന്ന് ഓർക്കുന്നില്ല, ഒരു 9 മണി വരെ ഞങ്ങൾ ആ പെയിൻ അല്ലായിരിക്കുമെന്നും കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടുത്തെ തന്നെ ഒരു മിഡ് വൈഫ് ഉണ്ടായിരുന്നു, ഇവളെ നോക്കിയ ഹോസ്പിറ്റലിൽ. പുള്ളിക്കാരത്തി ഓടി വന്നിട്ട് പറഞ്ഞു, ഇത് പ്രഗ്നൻസി പെയിൻ ആണെന്ന് പറയുന്നു. ഉടനെ തന്നെ ആംബുലൻസ് വരുന്നു. എന്നെ എടുത്തിട്ട് എൻ്റെ കണ്ടീഷൻ കണ്ടിട്ട് ഇവർ പറഞ്ഞു, മറ്റേ ദൂരെയുള്ള ഹോസ്പിറ്റലിലോട്ട് നിന്നെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, കാരണം നീ ആംബുലൻസിൽ കിടന്ന് പ്രസവിക്കും, അത് കാരണം ഈ അടുത്തുള്ള ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാമെന്നും പറഞ്ഞ് എന്നെ ഈ അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയി. അവിടെ വെച്ച് എൻ്റെ ഡെലിവറി നടന്നിട്ട് ഞാൻ പിറ്റേ ദിവസം തന്നെ എൻ്റെ മോളുടെ അടുത്തേക്ക് വന്നു. മോനെ ഒരു ദിവസം NICU വെച്ചു. അത് കഴിഞ്ഞ് അങ്ങനെ 2ാമത്തെ ദിവസം ഞാനും മോനും ഒന്നിച്ച് ഇവളുടെ കൂടെ ഒരു 10-15 ദിവസം വീട്ടിലോട്ട് പോയില്ല, ഇവളുടെ കൂടെ തന്നെ വന്ന് സ്റ്റേ ചെയ്യുമായിരുന്നു. ഞങ്ങൾ നിലത്തായിരുന്നു. ഡെലിവറി കഴിഞ്ഞപ്പം തൊട്ട് ഇവൾക്ക് നേഴ്സുമാർ കുളിപ്പിക്കേണ്ട, ഞാൻ തന്നെ കുളിപ്പിക്കണം. എൻ്റെ ഡെലിവറി കഴിഞ്ഞ് 2 ദിവസമേ ഉള്ളൂ. ഞാനും മോനും ഇവളും നിലത്താണ് കിടക്കുന്നത്, ബെഡിട്ട്. ഒരു കുഴപ്പവും ഇല്ലാതെ, എനിക്ക് അന്ന് വരെ ഭയങ്കര അലർജിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതാണ്. എനിക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ ആ ഹോസ്പിറ്റലിൽ ഇവളുടെ കൂടെ ആയപ്പം തൊട്ട് അങ്ങനത്തെ എൻ്റേതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഡെലിവറി സംബന്ധമായിട്ടില്ല. ക്രോണിക് ഹെർണിയ ഉള്ളതാണ്. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഞങ്ങളെ അമ്മ മാതാവ് കാത്തു പരിപാലിച്ചു. അതുപോലെ തന്നെ എൻ്റെ മോളെ സ്കൂളിംഗ് ഒന്നും ഇനി നടക്കുമോ, അവർക്ക് എന്തുമാത്രം ഇൻ്റലക്ച്വൽ എബിലിറ്റി ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർക്ക് പക്ഷേ അവരതിൻ്റെ ടെസ്റ്റൊക്കെ ഇട്ട് സ്കൂളിൽ വിടാൻ പറ്റുമോ എന്നെല്ലാം അവൾ പാസ്സായി. അവളെ ഒരു ഡിസ്ചാർജ് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു മാസം പിറ്റേ മാസം അവൾക്ക് സർജറീസ് ഉണ്ട്. ഈ സമയത്ത് ചെയ്യാൻ പറ്റത്തില്ല,
നിങ്ങളുടെ മോൾ ഇതിനൊന്നും ഏബിൾ അല്ല, കാരണം ഈ ശരീരം ഇത്രയും വയ്യാത്ത ശരീരത്തിൽ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ സർജറികൾ എല്ലാം അടുത്ത 1-2 മാസം കൊണ്ട് അവർ ചെയ്തു. ആ 1 മാസം കഴിഞ്ഞപ്പോൾ, അതായത് ഡിസ്ചാർജ് ചെയ്ത് 1 മാസം കഴിഞ്ഞപ്പം തൊട്ട് ഇവളെ സ്കൂളിൽ വിടാൻ തുടങ്ങി. ഇവളിപ്പോൾ എല്ലാ കിഡ്സിനെയും പോലെ നോർമലായിട്ട് സ്കൂളിൽ പോകുന്നു, തിരിച്ചു വരുന്നു, ഒരു കുഴപ്പവും ഇല്ലാതെ മിടുക്കിയായിട്ടിരിക്കുന്നു. മെഡിസിൻസ് ഉണ്ട്, അതും അതിൻ്റെ ക്വാണ്ടിറ്റീസ് കുറച്ച് കൊണ്ടിരിക്കുകയാണ് ഡോക്ടേഴ്സ്. അപ്പോൾ ഇത് അവിടുത്തെ തന്നെ ഒരു വലിയ ഒരു ഹോസ്പിറ്റലിൽ അങ്ങനെ ഒത്തിരി മിറക്കിളായിട്ട് നടക്കുന്ന റിക്കവറീസൊക്കെ അവരവിടുത്തെ ഫേമസ് ന്യൂസ് പേപ്പറിലിടും. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞിൻ്റേതും അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ അകത്തെല്ലാം ഇവളെ പറ്റിയുള്ള ഫീച്ചേഴ്സുമായിട്ട് വന്നു. പിന്നെ ഇതൊക്കെ അവളുടെ റൂമിൻ്റെ പുറത്ത് വെച്ചിരുന്നതാണ്. അതായത് എൻ്റെ മുറിയാണ്, എൻ്റെ മുറിയുടെ പുറത്ത് ശബ്ദം ഉണ്ടാക്കരുത്, എൻ്റെ മുറിയുടെ അകത്തേക്ക് ലൈറ്റ് കർട്ടനെല്ലാം ഇട്ട് ഇരുട്ടത്തായിരുന്നു ഇവളെ കിടന്നത്. കാരണം ലൈറ്റിലൊന്നും ഇവൾക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള അതൊക്കെയാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്, ഇവളുടെ റൂമിൻ്റെ പുറത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ നിന്നൊക്കെ അമ്മ മാതാവ്, സഞ്ചാരി മാതാവ്, സമയചുരുക്കത്തിൻ്റെ മാതാവ്, ജീവിതം മുന്നോട്ട് അവൾക്കില്ല, ഒരു 1-2 വർഷം കൊണ്ട് 1-2 വർഷമൊന്നും കാണത്തില്ല, അതിന് മുന്നേ തന്നെ അവൾ ഇല്ലാതാവുമെന്ന് പറഞ്ഞെടുത്തുനിന്ന് അവൾ കംപ്ലീറ്റ്ലി നോർമലായിട്ട്, എനിക്ക് പഴയതിനേക്കാളും മിടുക്കിയായിട്ട് ബെല്ലായെ എനിക്ക് തിരിച്ചു തന്നു. അവൾ മിടുക്കിയായിട്ടിരിക്കുന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്യുന്നത്, ഒന്നാമത്തെ കാര്യം, എന്നെപ്പോലെ എനിക്കറിയില്ലായിരുന്നു. നമുക്ക് വിഷമമുണ്ട്, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുന്ന അമ്മമാർ, കുഞ്ഞുങ്ങൾ അസുഖക്കാരായിട്ടുള്ള അമ്മമാർ, ഇങ്ങനെയുള്ളവർ, അപ്പന്മാർ, അതായത് പേരൻസ്, അവരെയൊക്കെ പറ്റി നമ്മളിങ്ങനെ നമുക്ക് ഭയങ്കര വിഷമത്തിൽ അവരോട് മിണ്ടുകയൊക്കെ ചെയ്യുമെന്നല്ലാതെ അവർ കടന്നു പോകുന്ന ഒരു എന്താണെന്നുള്ളത് ഇതോടെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയുള്ള ആരെ കണ്ടാലും ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന സഹായം അവർക്ക് ഇമോഷണലി ആണെങ്കിലും അല്ലാതെ ഇപ്പം സാമ്പത്തികമായിട്ടാണെങ്കിലും ഞങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ എവിടെ വേണേലും, ഇപ്പോൾ ആൾക്കാരൊക്കെ കൂടുതൽ വിഷമിക്കുന്നവരൊക്കെ ഞങ്ങളെ ഇങ്ങോട്ട്, കാരണം നമ്മളിപ്പോൾ അങ്ങനെ അങ്ങോട്ട് ഓരോരുത്തരെയും തേടിപ്പിടിച്ച് അവരോട് ഇങ്ങനെ കൃപാസനത്തെ പറ്റി ഞാൻ എവിടെ ചെന്നാലും, ഞങ്ങളുടെ മോക്ക് ട്രാവൽ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. അല്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ പാവനമായിട്ടുള്ള അൾത്താരയിൽ ഇതിലും നേരത്തെ വന്ന് നിന്ന് സാക്ഷ്യം പറയാനായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞിന് ട്രാവൽ റെസ്ട്രിക്ഷൻ മാറ്റിയിട്ട് കുറച്ച് നാളെ ആയുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ 2 ആഴ്ചയിലേക്കാണ് വന്നേക്കുന്നത്. ആ സമയത്ത് ഞങ്ങൾ വന്ന വഴിക്ക് തന്നെ ഞങ്ങൾ ആദ്യം ഇവിടെയാണ് കയറിയത്, എയർപോർട്ടിൽ നിന്ന്. എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് കുറേ പത്രക്കെട്ട് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഞങ്ങളൊരു താങ്ക്സ് ഗിവിങ് കൃപാസനം, മാതാവിൻ്റെ ഫോട്ടോ വെച്ച് ഒരു താങ്ക്സ് ഗിവിങ് പാർട്ടിയും മോൻ്റെ ബാപ്റ്റിസവും കൂടെ ഒന്നിച്ചാണ് നടത്തിയത്. വന്നവർക്കെല്ലാം പത്രം കൊടുത്തു. ഇനിയും ഞങ്ങൾക്ക് അവിടെ ആയതുകൊണ്ട് അങ്ങനെ പത്രം കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ എൻ്റെ ഈ നാക്കുകൊണ്ട് ഞാൻ കാണുന്നവരോട് ആരോടാണേലും എല്ലാവരോടും കൃപാസനത്തെ പറ്റിയാണ് പറയുന്നത്. ഇവിടെ വന്നിട്ടാണേലും ഞാനൊരു ഇപ്പം പർച്ചേസിങ്ങിനൊക്കെ ഷോപ്പിൽ പോയാലും ആരെ കണ്ടാലും എൻ്റെ ഈ കൃപാസനത്തിൽ അന്ന് എൻ്റെ രമ്യ എൻ്റെ കഴുത്തിലിട്ടിരിക്കുന്ന കാശുരൂപമാണ്, ഈ കാശുരൂപത്തെ പിടിച്ചുകൊണ്ട് ഞാൻ പറയും. അപ്പോൾ അങ്ങനെ ഇനിയുള്ള കാലങ്ങളിലും എനിക്ക് വേറെ ഒരു ആഗ്രഹവുമില്ല. എൻ്റെ മക്കളെ 4 പേരെയും എൻ്റെ കുടുംബത്തെയും മര്യഭക്തരായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം. കൃപാസന പ്രസാദപര മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഇത്രയും വലിയൊരു ഹീലിംഗ്, ഫിസിക്കൽ ഹീലിംഗ് എൻ്റെ മകൾക്ക് കൊടുത്തതിനും, അതുപോലെ തന്നെ അതേസമയം തന്നെ ലാസ്റ്റ് ട്രിമസ്റ്ററിൽ ഈ മോനെ പ്രഗ്നൻ്റ് ആയിരുന്ന സപ്നായ്ക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും മെൻ്റലി വളരെയധികം സ്ട്രെങ്ത് തന്നതിനും, അത് ഈ ഉടമ്പടി പ്രാർത്ഥനകളിലൂടെയും വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലൂടെയുമുള്ള അങ്ങനെ പ്രയോഗിച്ചുള്ള ധൈര്യമാണ് ഞങ്ങളെ ഫെയ്ത്തിൽ ഏറ്റവും നിലനിർത്തിയത്. അതിന് 1000 നന്ദി. അതുപോലെ തന്നെ ഇത്രയും നാൾ താമസിച്ചതിന് ഒരു ക്ഷമാപണവും. സപ്ന പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ട്രാവൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതുവരെ വരാൻ സാധിക്കാതിരുന്നത്. തിരുക്കുമാരനും കൃപാസന പ്രസാദപര മാതാവിനും 1000 നന്ദി.